ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ ജലസേചനത്തിനായാണ് വെള്ളം തുറന്നുവിടുന്നത്. സെക്കൻഡിൽ 200 ഘനയടി വീതം 120 ദിവസത്തേക്കാണ് തുറന്നുവിടുന്നത്. തേനി ജില്ലയിലെ കമ്പം താഴ്വരയിലുള്ള 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം ഘട്ട നെൽകൃഷിക്കായാണിത്. ഇതോടൊപ്പം മധുര കോർപ്പറേഷൻ പ്രദേശത്തെ കുടിവെള്ളത്തിനായി സെക്കൻഡിൽ 150 ഘനയടി വെള്ളവും തുറന്നുവിടാനാണ് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ജൂൺ മാസം 1-ാം തീയതിയാണ് കാർഷിക ആവശ്യത്തിന് വെള്ളം എടുക്കുന്നതിന് ഷട്ടർ ഉയർത്തുക. എന്നാൽ മഴക്കുറവ് മൂലമാണ് ഇത്തവണ ഷട്ടർ തുറക്കുന്നത് താമസിച്ചത്. പോലീസിനെയും ആഭ്യന്തര മന്ത്രിയെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കിക്കായി തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപക തിരച്ചിൽ. സംസ്ഥാനം വിടാനുള്ള സാധ്യതയും പരിശോധിക്കും. അതേസമയം അർജുൻ ആയങ്കി കാറിൽ ടോൾ പ്ലാസ കടക്കുന്നതിന്റെ ദൃശ്യം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിലിനെയും യാത്ര ചെയ്തിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അർജുൻ ആയങ്കിയുടെ സഹോദരനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് വിവരം. നേരത്തെ അർജുൻ ആയങ്കിയുടെ 2 സുഹൃത്തുക്കളെ മൂവാറ്റുപുഴയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു.